നമസ്കാരം, കാർത്തിക്കാണ്. എന്നോട് ഒരുപാട് പേര് പ്ലസ് ടു കഴിയുന്ന കുട്ടികളൊക്കെ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ അവരുടെ പേരൻസ് ഒക്കെ ചോദിക്കാറുണ്ട്, പ്ലസ് ടു കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റിയ കോഴ്സസ് ഏതെങ്കിലും സജസ്റ്റ് ചെയ്യുമോ, നല്ല സ്കോപ്പ് ഉള്ളത് ഒക്കെ സജസ്റ്റ് ചെയ്യുമോ ചോദിച്ചിട്ട്. ഇതിനൊപ്പം ഞങ്ങളൊക്കെ ഫേസ് ചെയ്യുന്ന ഹോസ്പിറ്റൽ ഇൻഡസ്ട്രിയിൽ ഫേസ് ചെയ്യുന്നൊരു പൊതുവായിട്ടുള്ളൊരു ഇഷ്യൂ കൂടി പറഞ്ഞുതരാം. പ്ലസ് ടു കഴിഞ്ഞിട്ട് ചുരുങ്ങിയ ചെലവിൽ മികച്ച കോഴ്സുകൾ കഴിഞ്ഞ ഉടനെ ഉയർന്ന ശമ്പളത്തോടു കൂടി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ നിങ്ങൾക്ക് ഉയർന്ന ശമ്പളത്തോടു കൂടിയുള്ള ജോലി എന്നൊക്കെയുള്ള പരസ്യം കേട്ടിട്ട് കുറെ കുട്ടികൾ പോയി ചാടും. അവർ പഠിക്കും മിക്കപ്പോഴും ഉള്ള കോഴ്സുകൾ OT ടെക്നീഷ്യൻ, ഓക്സിലറി നഴ്സ് ആൻഡ് മിഡ്വൈഫറി കോഴ്സസ്, അതായത് ANM കോഴ്സ്, DMLT അല്ലെങ്കിൽ മെഡിക്കൽ ലാബ് ടെക്നോളജി അസിസ്റ്റന്റ് കോഴ്സ്, അങ്ങനെയുള്ള ഒരുപാട് കോഴ്സസിന് പോയി ചേരും. ലൈക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സസ്. ഇവരൊക്കെ പോയി ചേർന്നിട്ട് നമ്മുടെ അടുത്ത് ഇന്റർവ്യൂവിന് വരുമ്പോൾ അവരുടെ സർട്ടിഫിക്കറ്റിന് മതിയായ വാല്യൂ ഉണ്ടാവില്ല. അതിന് പ്രധാന കാരണം ഡിപ്ലോമ കോഴ്സസ് കേരളത്തിൽ ചെയ്യുന്നുണ്ടെങ്കിൽ, ലൈക്ക് പാരാമെഡിക്കൽ കോഴ്സസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് DME ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷന്റെ അപ്രൂവ്ഡ് ഉള്ള കോഴ്സസ് ആയിരിക്കണം. അത് കേരളത്തിൽ വളരെ കുറവാണ്. അതൊരിക്കലും ഒരു ബിൽഡിങ്ങിന്റെ മുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തട്ടുമ്പുറത്തോ തുടങ്ങാൻ പറ്റിയ കോഴ്സസ് അല്ല. അങ്ങനത്തെ കോഴ്സസ് DME അപ്രൂവ്ഡ് ഡിപ്ലോമ കോഴ്സസ് എപ്പോഴും ഏതെങ്കിലും ഹോസ്പിറ്റലായിട്ട് അസോസിയേറ്റ് ചെയ്ത കോഴ്സസ് ആയിരിക്കും. ഇതേപോലെ തട്ടമ്പുറത്തെ കോഴ്സസ് എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ സർട്ടിഫിക്കറ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ വൊക്കേഷണൽ ട്രെയിനിങ് സർട്ടിഫിക്കറ്റുകൾ പോലെ പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനങ്ങളുണ്ട്. ആ കോഴ്സസ് ഒക്കെ ശരിക്കും വാലിഡ് അല്ല എന്നുള്ളതാണ് പ്രധാന കാരണം. കേരളത്തില് നമുക്ക് DME ഡിപ്ലോമയ്ക്ക് ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ അപ്രൂവ് ചെയ്ത കോഴ്സസ് ആയിരിക്കണം ഡിപ്ലോമ വേണ്ടത്. എന്നാൽ മാത്രമേ പാരാമെഡിക്കൽ കൗൺസിലിന്റെ രജിസ്ട്രേഷൻ കിട്ടുള്ളൂ. നിങ്ങളൊരു ഉദാഹരണം പറയാം, നിങ്ങളൊരു PSC എക്സാമിന് പോവുകയാണെങ്കിൽ ഈ DME അപ്രൂവ്ഡ് കോഴ്സസിന് മാത്രമേ PSC എക്സാം എഴുതാൻ പറ്റുള്ളൂ. ഗവൺമെന്റ് ഹോസ്പിറ്റൽസിൽ കോൺട്രാക്ട് ബേസിസിൽ ജോലി എടുക്കുന്നെങ്കിലും ഇതേ അപ്രൂവ്ഡ് കോഴ്സസേ അവര് പരിഗണിക്കുള്ളൂ. ഒരിക്കലും വൊക്കേഷണലോ അല്ലെങ്കിൽ ടെക്നിക്കൽ കോഴ്സുകളായിട്ട് വരുന്ന പാരാമെഡിക്കൽ സർട്ടിഫിക്കറ്റ്സ് ഒന്നും ആക്സെപ്റ്റബിൾ അല്ല കേരളത്തില്. മിക്ക ഇതേപോലുള്ള വിദേശ ജോലി സാധ്യത എന്ന് പറയുമ്പോഴും DME അപ്രൂവ്ഡ് ഡിപ്ലോമയാണ് എല്ലായിടത്തും കണ്ടുവരാറുള്ളത്. പിന്നെ BSc കോഴ്സസ് എപ്പോഴും കേരളത്തിൽ നടത്താൻ കേരള സർക്കാർ അംഗീകരിച്ചിട്ടുള്ളത് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് കുഹാസിന്റെ അണ്ടറിൽ മാത്രമേ കേരളത്തിൽ BSc കോഴ്സുകൾക്ക് അനുമതിയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ BSc കോഴ്സസ് PSC എഴുതണമെങ്കിലും കോൺട്രാക്ടൽ ജോബ്സിനൊക്കെ ഇപ്പോ BSc അപ്രൂവ്ഡ് കോഴ്സസ് എന്ന് പറയുമ്പോൾ കുഹാസ് അപ്രൂവ്ഡ് കോഴ്സസ് കേരളത്തിൽ പഠിക്കണമെങ്കിൽ കുഹാസിന്റെ അണ്ടറിൽ പഠിക്കുന്ന കോളേജിലെ കോഴ്സസ് മാത്രമേ വാല്യൂ ഉള്ളൂ, എടുക്കുകയുള്ളൂ, PSC അംഗീകരിക്കുള്ളൂ. ബേസിക് ആയിട്ട് വരുന്ന കോൺട്രാക്ടൽ ജോലിക്കും എടുക്കുള്ളൂ. ഇനിയിപ്പോ അത് പ്രൈവറ്റ് സെക്ടറിലാണെങ്കിൽ NABH മിക്ക ഹോസ്പിറ്റൽസിന് ഇപ്പൊ NABH എടുക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. അതേപോലെ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് രജിസ്ട്രേഷനുള്ള സ്ഥാപനങ്ങളും ഓൾറെഡി ഹോസ്പിറ്റൽസും ബാക്കി ക്ലിനിക്സും ഒക്കെ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് രജിസ്ട്രേഷന് പോകുന്നുണ്ട്. അപ്പോഴും DME അപ്രൂവ്ഡ് ഡിപ്ലോമ കോഴ്സസ് അല്ലെങ്കിൽ BSc കോഴ്സസ് ഉള്ള ആൾക്കാർ, BSc സർട്ടിഫിക്കറ്റുള്ള ആൾക്കാരെ ആണ് എടുക്കേണ്ടത് എന്നുള്ള മാനദണ്ഡം ഉള്ളത് കൊണ്ട് ദയവ് ഇത് കുട്ടികളെ കുറഞ്ഞ ചെലവിൽ ഒരു കോഴ്സ് നടത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് വാല്യൂ ഉറപ്പ് വരുത്തിയിട്ട് ജോയിൻ ചെയ്യുക. മിനിമം അവിടുന്ന് പഠിച്ച് പാസ്സായി ജോലി എടുക്കുന്ന 5 or 6 പേരോട് ചോദിക്കുക, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയിട്ട് എവിടെന്നെങ്കിലും നിങ്ങളെ റിജക്റ്റ് ആയിട്ടുണ്ടോ, ഈ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഇല്ല പറഞ്ഞിട്ട് റിജക്റ്റ് ആയിട്ടുണ്ടോ, ഇല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമായിട്ട് ഡയറക്റ്റ് ബന്ധപ്പെടുക. ഗൂഗിൾ ഉണ്ടല്ലോ കയ്യില്, യൂട്യൂബിൽ ഉണ്ടല്ലോ കയ്യില്. ഈ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ശരിയുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാവുന്ന കാര്യമാണ്. എപ്പോഴും ഒരു കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ ഫീസോ ജോലി സാധ്യതയോ മാത്രം കണക്കാക്കാതെ എന്താണ് അതിന്റെ സർട്ടിഫിക്കറ്റ് വാല്യൂ എന്നുള്ളത് 100% ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം ചൂസ് ചെയ്യുക. ഇത് ഞാൻ പാരാമെഡിക്കലിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇതേപോലെ നഴ്സിംഗിന്റെ KNC, കേരള നഴ്സിംഗ് കൗൺസിലും ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലും INC, ഈ രണ്ട് ബോർഡും അംഗീകരിച്ചിട്ടുള്ള കോഴ്സസ് ആണ് GNM, ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കോഴ്സസ് കേരളത്തില്, അല്ലെങ്കിൽ BSc മുമ്പ് പറഞ്ഞ മാതിരി കുഹാസ് അപ്രൂവ്ഡ് ആയിട്ടുള്ള BSc നഴ്സിംഗ് കേരളത്തില്. ഈ രണ്ടും
മാത്രമേ വാല്യുബിൾ ആയിട്ടുള്ള വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഉള്ളൂ. അത് പ്രൈവറ്റ് സെക്ടറിലാണെങ്കിലും ശരി, ഗവൺമെന്റ് സെക്ടറിലാണെങ്കിലും ഇത് രണ്ടിനേ വാല്യൂ ഉള്ളൂ. അത് ചൂസ് ചെയ്യുക. പിന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, അതങ്ങനെ ചെറിയൊരു വീഡിയോയിൽ പറയാൻ പറ്റില്ല, ലോങ് ആയിട്ട് പറയാനുള്ളതാണ്. അത് വേറൊരു വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. പുതിയ കോഴ്സസ് എന്തെടുക്കുന്നുണ്ടെങ്കിലും അത് പഠിച്ച ഒരു 5-6 ആൾക്കാരായിട്ട്, പഠിച്ച് കഴിഞ്ഞവരോടല്ല, പഠിച്ച് എവിടെയെങ്കിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരോട് പോയി ചോദിക്കുക, ഇത് പഠിച്ചിട്ട് ഉപകാരമാണോ ദോഷമാണോ, അതോ നിങ്ങൾക്ക് ചേരുമ്പോ പറഞ്ഞിട്ടുള്ള ശമ്പളമോ പ്ലേസ്മെന്റോ വാല്യൂ റെക്കഗ്നൈസേഷനോ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം ഒരു കോഴ്സ് സെലക്ട് ചെയ്യാം. താങ്ക് യു.